ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. സഫ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഇതുപോലത്തെ പഴയ വളകളൊക്കെ നമുക്ക് പുതുതാക്കി എടുക്കാം കേട്ടോ. അത് നമുക്ക് മാച്ചായ ഡ്രസ്സിന് മാച്ചായിട്ട്. അപ്പോൾ ഞാൻ അതുപോലത്തെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അതൊന്ന് സെൻറ്ററിൽ മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. സ്റ്റിച്ച് ചെയ്തെടുത്ത് അതിന് നല്ല വശം പുറത്താക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതുപോലത്തെ വീതി കൂടിയ വളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഗം അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ വള മുഴുവനായിട്ട് ഇതൊന്ന് ചുറ്റിയെടുക്കാം. നമ്മൾ ഡ്രസ്സൊക്കെ തയ്ക്കാൻ കൊടുക്കുമ്പോൾ അതിൻ്റെയൊക്കെ ബാക്കി ക്ലോത്തൊക്കെ വരികയാണെങ്കിൽ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അടിപൊളിയായിട്ട് നമുക്ക് തന്നെ ഡിസൈൻ ചെയ്യാം. ഇതുപോലത്തെ വർക്കുകളൊക്കെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഇത് മുഴുവനായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് വരുന്ന ഭാഗം ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലോട്ടാക്കിയിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. അതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സ്റ്റോൺസോ അല്ലെങ്കിൽ ബീഡ്സോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഇത് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഇതുപോലത്തെ സ്റ്റോൺസാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. ഞാൻ ഇതുപോലെ ഫ്ലവറിൻ്റെ ഷേപ്പിലാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. ഇതല്ലാതെ വേറെ പല മോഡലിൽ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും ഇതിന് മുന്നുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് കൂടുതൽ വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപകാരപ്രദമാവുക. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, കൂടെ നിൽക്കുക. അപ്പോൾ നമ്മളെ ഫസ്റ്റത്തെ മോഡൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ സെക്കൻഡ് മോഡൽ കാണിച്ചു തരാം. അതുപോലെ ഒരു ക്ലോത്ത് ഫസ്റ്റ് ചെയ്തതുപോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് പുറം മറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതുപോലത്തെ വീതി കുറഞ്ഞ 2 വളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലൊരു വളയിൽ വെച്ച് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സൂചി നൂലും വെച്ചിട്ടൊന്ന് ചെയ്ത് കൊടുത്താൽ മതി. നല്ല ടൈറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഗം വെച്ച് ഒട്ടിച്ച് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ പിടിച്ച് 2 വളയും ഇതുപോലെ പിടിക്കുക. എന്നിട്ട് ഒന്ന് ഇതിൻ്റെ ഉള്ളിലൂടെ ഇടുക. വീഡിയോയിൽ ചെയ്യുന്നത് പോലെ ഈ വളയുടെ ഉള്ളിലോട്ടിട്ടിട്ട് പിന്നെ പുറത്തേക്ക് എടുക്കുക. പിന്നെ അടുത്ത വളയുടെ ഉള്ളിലൂടെ ഇടുക. ഈ ഒരു പാറ്റേൺ ഇതുപോലെ തുടർന്ന് പോരുക കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വള നമ്മൾ മുടിയൊക്കെ മുടയാറില്ലേ, ആ ഒരു പാറ്റേണിൽ കിട്ടും കേട്ടോ. ഇതുപോലെ ചെയ്തെടുക്കുക. വീഡിയോ ശ്രദ്ധിച്ചാൽ ഇതെങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലാവും കേട്ടോ. ഇതുപോലെ നമ്മുടെ ഈ വളകൾ മുഴുവനായിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പം ഞാൻ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന ഭാഗം കൂടി നമുക്കതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇതൊക്കെ നമുക്ക് വേസ്റ്റ് ക്ലോത്ത് വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന വർക്കുകളാണ് കേട്ടോ. കസ്റ്റമൈസേഷനൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കും വേണം കേട്ടോ. ഇതിൻ്റെ ലാസ്റ്റ് വരുമ്പോൾ ഞാൻ അതുപോലെ
ബാക്കിലോട്ടാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാ നമ്മുടെ അടിപൊളി 2 വളകളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായി കാണുന്ന കൂട്ടുകാരിൽ നിന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ.